ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത് ഓർമ്മ ഉണ്ടാവുമല്ലോ, എന്തൊക്കെയായിരുന്നു? ചാപ്റ്റർ ഏതാ? ലാസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലെ, ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബണിന്റെ ഇന്ന് ഓൾമോസ്റ്റ് തീരുവ ചാപ്റ്റർ കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്കൊന്ന് റിവിഷനും കൂടി ആയി കഴിഞ്ഞാൽ ചാപ്റ്റർ പാക്ക് ആവും. ഇന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ചാപ്റ്റേഴ്സ് റിവിഷൻ ആണ് കേട്ടോ. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റിവൈസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പഠിച്ചു പോകണം. അപ്പോ ഫസ്റ്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തേക്കുന്ന കണ്ടന്റ് മാത്രം ഒന്ന് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത എന്തായിരുന്നു? ആൽക്കീൻ അല്ലെ. ആൽക്കീൻ മുതൽ നമുക്ക് നോക്കാം. എന്തായിരുന്നു ആൽക്കീൻ? ആൽക്കീൻ എന്ന് പറയുമ്പോൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് അല്ലെ. കണ്ടെയ്നിങ് എന്തായിരുന്നു? അല്ലെ, അറ്റ്ലീസ്റ്റ് വൺ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ആ ആൽക്കീന്റെ ഐസോബറസ് നോക്കി. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ എന്ന് പറയുന്ന ഹെഡിങ്സ് ഒക്കെ എഴുതി അല്ലെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടി എഴുതി. അത് കഴിഞ്ഞ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ആൽക്കൈൻ ആണ് YNE. YNEയുടെ രണ്ട് പ്രിപ്പറേഷൻ ഏതൊക്കെയായിരുന്നു? കാൽസ്യം കാർബൈഡ് ട്രീറ്റഡ് വിത്ത് ഡാഷ് എന്തായിരുന്നു? H2O അല്ലെ. ഓക്കെ, ടു ഫോം എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആൽക്കൈൻ YNE കിട്ടും അല്ലെ. പിന്നെ ബിസ്നൽ ഡൈഹാലൈഡ്, അതിലേക്ക് ആൽക്കഹോളിക് KOH അല്ലെ. അങ്ങനെ ഒരു എലിമിനേഷൻ നടന്നു. വീണ്ടും അതിലേക്ക് സോഡാമൈഡ് NaNH2 ഇടുമ്പോ ആൽക്കൈൻ കിട്ടി അല്ലെ. അങ്ങനെ പ്രിപ്പറേഷൻ രണ്ടെണ്ണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലെ, നേരത്തെ എടുത്തതിന്റെ അതേ റിപ്പീറ്റേഷൻ ആണ്. ദെൻ കെമിക്കൽ പ്രോപ്പർട്ടി, അവിടെ മുതലാണ് ഇന്നത്തെ തുടങ്ങേണ്ടത് കേട്ടോ. അപ്പൊ ഹെഡിങ് ഒന്ന് എഴുതി വെച്ചോ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ. ഇന്നത്തെ ഹെഡിങ് ആണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ YNE. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ YNE. ഫസ്റ്റ് സബ് ഹെഡിങ് എഴുതി വെക്കുക, അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ. അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ. അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ YNE. അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ YNE. അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ. ആൽക്കൈന് അസിഡിക് ക്യാരക്ടർ ഉണ്ട്. അതിന്റെ റീസൺ ആയിട്ട് അവർ പറയുന്നത് കേട്ടോ. ഇപ്പൊ എഴുതണ്ട, നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. നമ്മൾ sp3 എന്ന് പറഞ്ഞാൽ എസ് ക്യാരക്ടർ എത്ര പെർസെന്റ് ചെയ്യാം? ഒന്ന് നോക്കിയേ. sp3 എസ് ക്യാരക്ടർ എത്ര പെർസെന്റ് ചെയ്യാം? ഒരു എസും 3 പിയും അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര? 4 ആയില്ലേ. 100 ഡിവൈഡഡ് ബൈ 4 എത്രയായിരിക്കും? 25% എസ് ക്യാരക്ടർ. അത് കഴിഞ്ഞാൽ sp2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 100 ഡിവൈഡ് ബൈ 3 അപ്പൊ എത്രയായിരിക്കും? 33 അല്ലെ, 3%. നെക്സ്റ്റ് sp 50%. എസ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്താൽ അസിഡിക് നേച്ചർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അസിഡിറ്റി കാണിക്കുന്ന ആർക്കായിരിക്കും? ആൽക്കൈൻ YNE ആയിരിക്കും. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആൽക്കീൻ. അത് കഴിഞ്ഞാൽ ആൽക്കൈൻ. ഈ ഓർഡർ ആണ് അവിടെ വരുന്നത്. അതാണ് മെയിൻ പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതേണ്ടത്. ഫസ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം, ടെക്സ്റ്റ് ബുക്കിലെ വേർഡിംഗ് ആണ്. അത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ചു. ഫസ്റ്റ് പോയിന്റ്, the maximum percentage of S character, the maximum percentage of S character ബ്രാക്കറ്റിൽ എഴുതി വെക്കുക 50%. 50%, കോമ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് കോമ. The sp hybridized orbital of the sp hybridized orbitals of sp hybridized orbitals of carbon atom in ethane molecule having highest electronegativity, electronegativity.
highest electronegativity. Full stop. Thus in ethane, comma, hydrogen atoms can be liberated as a proton more easily thus in ethane hydrogen atoms can be liberated as protons more easily as compared to ethene and ethane. കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഈഥേനും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അസിഡിറ്റി വരുന്നത്? ഈത്തൈൻ, YNE. അപ്പോ എങ്ങനെയാണോ പറയുന്നത് നോക്കാം കേട്ടോ. അസിഡിറ്റി ഓർഡർ എഴുതി വെച്ചോ. അസിഡിറ്റി ഓർഡർ എങ്ങനെയായിരിക്കും? CH ട്രിപ്പിൾ ബോണ്ട് CH. അതിനേക്കാളും ഇതാട്ടെ ഏറ്റവും ഹയസ്റ്റ്. അതിനേക്കാളും ലീസ്റ്റ് ഏതായിരിക്കും? CH2 ഡബിൾ ബോണ്ട് CH2. ദെൻ അതിനേക്കാളും ഹയസ്റ്റ്, ഏറ്റവും ലീസ്റ്റ് CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പൊ സിംഗിൾ ബോണ്ട് കൂടുന്തോറും അസിഡിറ്റി എന്ത് ചെയ്യും? കുറയും കേട്ടോ. ഓക്കെ, അസിഡിറ്റി കുറയും. അപ്പൊ ഒന്ന് എഴുതി വെച്ചു. അസിഡിറ്റി ഓർഡർ ആണ് കേട്ടോ. ഓക്കെ, വേറെ രീതിയിൽ അസിഡിറ്റി ചോദിക്കാറുണ്ട്. ഇങ്ങനെയാണ് CH ട്രിപ്പിൾ ബോണ്ട് CH, ഇതിനാണ് ഹയസ്റ്റ്. ഇനി ഇവിടെ CH3 കൂടിക്കഴിയുമ്പോൾ സിംഗിൾ ബോണ്ട് ആണ് കേട്ടോ. ഓക്കെ, ഇത് നോക്കിയോ, C triple bond CH, then CH3 C triple bond CH3. ഇവിടെ നോക്കിയ കാർബൺ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് കൂടിക്കഴിഞ്ഞാൽ അസിഡിറ്റി എന്ത് ചെയ്യും? കുറയും. ഓർത്ത് വെക്കാം, അസിഡിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പോ കാർബൺ ചെയിൻ എന്ന് പറയുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ്. ഓഫായി പോയാ ആണ്, ഓണാക്കി, ചിലപ്പോ ഫില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ബി ഓർഡർ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. അസിഡിറ്റിയുടെ ഓർഡർ ആണ്. Then chemical property second heading എഴുതി വെക്കുക. Addition reaction second heading കേട്ടോ. Addition reaction. Addition reaction. Addition reaction. അഡീഷൻ റിയാക്ഷനിൽ 3 ടൈപ്പ് ആണ് വരുന്നത്. 3 ടൈപ്പ് കേട്ടോ. അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ് എഴുതി വെക്കാം. ഫസ്റ്റ് അതിന്റെ സബ് ഹെഡിങ് കേട്ടോ. സബ് ഹെഡിങ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ നമ്മൾ നേരത്തെ എഴുതിയതാണ്, അതിന്റെ റിപ്പീറ്റേഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഹൈഡ്രജൻ ആഡ് ചെയ്യാണ്. H2 ആൻഡ് PD പലേഡിയം. H2 ആൻഡ് പലേഡിയം ആഡ് ചെയ്യുമ്പോൾ ഈ H ഇല്ലേ, രണ്ട് സൈഡിലേക്ക് പോയാൽ എന്ത് വരും? CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ, H2 ആണ്. വീണ്ടും H2 ആൻഡ് PD കൊടുത്താൽ എന്ത് പറ്റും? പറഞ്ഞേ, നമ്മൾ നേരത്തെ എഴുതിയതാണ് അതൊക്കെ.
പലേഡിയം ഓർ നിക്കൽ ആണ് കേട്ടോ, പലേഡിയം ഓർ നിക്കൽ. CH3 സിംഗിൾ ബോണ്ട് CH. രണ്ട് സൈഡിലേക്ക് പോകും. അപ്പൊ അഡീഷൻ എന്ന് പറയുമ്പോൾ ആ കോമൺ ഏരിയ കൊണ്ടുപോകും. എന്ത് ആഡ് ചെയ്താലും ഒരു കാർബണിനായിട്ട് പറ്റില്ല അല്ലെ, രണ്ട് സൈഡിലേക്ക് പോയാലേ ബോണ്ട് എന്താവുള്ളൂ, ബ്രേക്ക് ആവുള്ളൂ. ഉണ്ടോ? ഓക്കെ, അങ്ങനെ ഓർത്ത് നോക്കാം. അപ്പൊ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ഇതേ സ്റ്റൈലില് കേട്ടോ 3 പേരുണ്ട്. ഇനി ഓരോരുത്തരോടായിട്ട് ഞാൻ ചോദിക്കും അടുത്തത് കേട്ടോ. ഇതുപോലെ തന്നെ പറഞ്ഞു തന്നെ എനിക്ക്. പ്ലാറ്റിനം വരും, കുറെ ഉണ്ട്. നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം, ലിഥിയം, അലൂമിനിയം ഹൈഡ്രേറ്റ് കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെ കുറെ വരും. Br2 ആഡ് ചെയ്താൽ എന്ത് വരും? Br2 കേട്ടോ. ഓക്കെ, അവിടെ നോട്ട് പറഞ്ഞു കേട്ടോ. ഇതേ സ്റ്റൈലിലൊന്ന് ആലോചിച്ചിട്ട് പറ. ഇവിടെ എന്താ ചെയ്തേ? ഒരച്ച് ഇപ്പുറത്ത് പോയി, ഒരച്ച് ഇവിടെ വന്നു. അതുപോലെ ഇതൊന്ന് പറഞ്ഞേ. CH Br ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞോ അതുപോലെ CHBr. അടുത്ത ആള് പറ. അടുത്ത സ്റ്റെപ്പില് വീണ്ടും Br2 ആഡ് ചെയ്താൽ എന്ത് പറ്റും? CH എന്ത് പറ്റും? ഡബിൾ ബോണ്ട് എന്താവും? സിംഗിൾ ബോണ്ട് കേട്ടോ. ഓക്കെ, സിംഗിൾ ബോണ്ട്. ഇനി ഈ Br ഇവിടെ തന്നെ ഉണ്ട് അല്ലെ, വീണ്ടും Br ആഡ് ചെയ്തതാണ്. അപ്പൊ എന്ത് പറ്റും? 2 Br ആവും. ശരിയല്ലേ? ആ Br അവിടെ എഴുതും, മുകളിൽ എഴുതും, പ്ലേസ് ഉണ്ടല്ലോ. ഇവിടെ മുകളിൽ കേട്ടോ, സൈഡിലോ മുകളിലോ എവിടെ വേണമെങ്കിലും എഴുതാം കേട്ടോ. സിംഗിൾ ബോണ്ടായി. ഇനി നമുക്ക് Br ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സിംഗിൾ ബോണ്ടായി അല്ലേ. ഓക്കെ, ആ രീതിയിലാണ് കൺസെപ്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എഴുതി വെച്ചോ. എന്തോ വേണ്ട, കാർബണിന്റെ ബാലൻസ് എത്രയാ? 1 2 3 4 ഹൈഡ്രജൻ ഉണ്ടോ? ഓക്കെ കേട്ടോ. ഓക്കെ, ഇതെന്താ? അഡീഷൻ ഓഫ് ഹാലജൻ. ആദ്യത്തെ ഹെഡിങ് എന്തായിരുന്നു? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. രണ്ടാമത്തെ ഹെഡിങ്, സെക്കൻഡ് ഹെഡിങ് അഡീഷൻ ഓഫ് ഹാലജൻ എന്നിട്ട് ഇങ്ങനെ എഴുതണം, അഡീഷൻ ഓഫ് ഹാലജൻ. അതാണ് സെക്കൻഡ് സബ് ഹെഡിങ് ആണ്. അഡീഷൻ റിയാക്ഷൻസുകളാണ്. അഡീഷൻ ഓഫ് ഹാലജൻ കേട്ടോ, ആൽക്കൈന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആണ്. അതാണ് അഡീഷൻ ഓഫ് ഹാലജൻ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ കഴിഞ്ഞു, അഡീഷൻ ഓഫ് ഹാലജൻ കഴിഞ്ഞു. ഇനി അത് രണ്ടും കൂടി ചേർക്കുന്ന അഡീഷൻ ആണ് അടുത്ത് എഴുതാൻ പോകുന്നത്. അപ്പൊ എന്തായിരിക്കും? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് വരുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? HBr അല്ലെങ്കിൽ HCl അല്ലെ, അങ്ങനെയൊക്കെ വരുമ്പോ ഉണ്ടോ? ഓക്കെ, അപ്പൊ എന്തായിരിക്കും? ഒരൊരു സൈഡിലേക്ക് പോരും, Br ഇവിടെ വരും. ഇവിടെ മാർക്കോണിക് ഓഫ് റൂൾ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ എന്ത് വരും? CH ഇവിടെ പറഞ്ഞു, അവൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ബാക്കിലുള്ള എന്തായാലും നേരത്തെ അതേ സ്റ്റൈലിൽ കൊണ്ടുപോകാം. ഇവിടെ ഒരു Br സൈഡിൽ വന്നു, അടുത്ത Br ഇവിടെ വന്നു. ഇവിടെ എന്ത് വരും? ഒരച്ച് CH2. അതേ ലോജിക്ക് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഡബിൾ ബോണ്ട് CH. ഇനി എന്ത് എഴുതാം? Br. വെരി ഗുഡ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, HBr. ഇതേ പാറ്റേണിൽ പറ, എന്തായിരിക്കും? CH3 ബോണ്ട് എത്രയാവും പറയേ? സിംഗിൾ ബോണ്ട് CH അല്ലെ, 2 Br. Br2 കേട്ടോ. അനന്തു കണ്ടോ? ഇതേ പാറ്റേണിൽ അടുത്ത് പറയണം കേട്ടോ. ഓക്കെ, ഇതിലെന്തായാലും എന്താ വന്നേക്കുന്നേ? ഹൈഡ്രജൻ ഉണ്ടോ, രണ്ട് സൈഡിലേക്കും പോകും അല്ലേ. ഓക്കെ, അതേ പാറ്റേണിൽ തന്നെ അടുത്തും പറയണം കേട്ടോ. ഓക്കെ, എങ്ങനെയായിരിക്കും കേട്ടോ? ഇത്ര എഴുതിയോ? ഇത്ര എഴുതി കേട്ടോ. ഇത് എഴുതിക്കോ. ഞാൻ അടുത്തതും വേറെ കണ്ടോ, ഇത്രയും പേരെ എല്ലാവരും എഴുതുക കേട്ടോ. എഴുതി.
നെക്സ്റ്റ് ഹെഡിങ് അഡീഷൻ ഓഫ് വാട്ടർ ആണ്. അഡീഷൻ ഓഫ് വാട്ടർ എങ്ങനെയായിരിക്കും? CH ട്രിപ്പിൾ ബോണ്ട് CH H2O. ഇവിടെ ഒരു റിയേജന്റ് കൊടുത്തിട്ടുണ്ട്, Hg2+ഉം H+ഉം. അനന്തം എന്തായിരിക്കും നോക്കിയിട്ട് പറ. ഇതേ പാറ്റേണിൽ കൊണ്ടുപോകാം. കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ 2 BR ആണ്. ഒരു BR ഇവിടെ പോയാൽ ഒരെണ്ണം വരും. അതുപോലെ വാട്ടർ ചേഞ്ച് ചെയ്യില്ല, കട്ടായി പോകണ്ടോ? അത് മെമ്മറി അവിടെ ഫീൽ ആയിട്ടുണ്ടോ? ഞാൻ കണ്ടിന്യൂ കേട്ടോ. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, പോളിമറൈസേഷൻ റിയാക്ഷൻ. കേട്ടോ അഡീഷൻ കഴിഞ്ഞു കേട്ടോ. അഡീഷനിൽ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? 4 കഴിഞ്ഞു അല്ലെ. അഡീഷനിൽ 4 ആണ്. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, അഡീഷൻ ഓഫ് ഹാലജൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്, ദെൻ അഡീഷൻ ഓഫ് വാട്ടർ. അങ്ങനെ 4 ഹെഡിങ്സ് അഡീഷണൽ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഹെഡിങ് ആണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ, പോളിമറൈസേഷൻ റിയാക്ഷൻ. അവിടെ ഫസ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, ലീനിയർ പോളിമറൈസേഷൻ. ലീനിയർ പോളിമറൈസേഷൻ കഴിഞ്ഞതിൽ നമ്മൾ ചെയ്തതാണ്, അത് ഒന്ന് വേർഡിൽ എഴുതാനുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കുക, ലീനിയർ പോളിമറൈസേഷൻ. ലീനിയർ പോളിമറൈസേഷൻ അവിടെ എഴുതി വെച്ചു, അണ്ടർലൈൻ ചെയ്യാം. അവിടെ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം, അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ, under suitable condition, under suitable condition, linear polymerization of ethine, linear polymerization of ethine, under suitable conditions, linear polymerization of ethine YNE take place to produce polyacetylene. ENE കൊടുക്കണം കേട്ടോ. or polyethine YNE polyethine. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോളിഈത്തീൻ പഠിച്ചു അല്ലെ. പോളിത്തീൻ എന്ന് പറയുന്നത് പോളിത്തീൻ കവർ കണ്ടല്ലേ, അതുപോലെ പോളിഈത്തൈൻ YNE കൊടുക്കണം കേട്ടോ, പോളിഈത്തൈൻ. നെക്സ്റ്റ് അടുത്ത് സൈക്ലിക് പോളിമറൈസേഷൻ. നെക്സ്റ്റ് ഹെഡിങ് സൈക്ലിക് പോളിമറൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സൈക്ലിക് പോളിമറൈസേഷൻ, cyclic polymerization. അണ്ടർലൈൻ ചെയ്യാം, ഈത്തൈൻ ഓൺ പാസിംഗ് ത്രൂ ഈത്തൈൻ YNE, ഈത്തൈൻ ഓൺ പാസിംഗ് ത്രൂ, ഈത്തൈൻ ഓൺ പാസിംഗ് ത്രൂ റെഡ് ഹോട്ട് അയൺ ട്യൂബ്, റെഡ് ഹോട്ട് അയൺ ട്യൂബ് at 873 Kelvin, at 873 Kelvin, ethane on passing through red hot iron tube at 873 Kelvin undergoes cyclic polymerization. Undergoes cyclic polymerization. Okay. Then an equation ആണ്
CH ട്രിപ്പിൾ ബോണ്ട് CH. ഇതാണ് ഈത്തൈൻ കേട്ടോ. ഓർത്തോക്കെ ഈ ഈത്തൈൻ 3 മോളിക്യൂൾസ് ഉണ്ട്. ഇതിനെ നമ്മൾ റെഡ് ഹോട്ട് അയൺ ട്യൂബിലേക്ക് പാസ് ചെയ്യും. റെഡ് ഹോട്ട് അയൺ ട്യൂബ്. ദെൻ ടെമ്പറേച്ചർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 873 കെൽവിൻ. 873 കെൽവിൻ. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇത് ബെൻസീൻ ആയിട്ട് മാറും. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇത് 3 ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? ഇത് എത്ര കാർബൺ ഉണ്ട്? 2 into 3 2 into 3 6. ഇപ്പൊ എത്ര ഉണ്ട്? 6 ഉണ്ടോ? ഓർത്ത് നോക്കാം. ആ ബോണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്യും, എന്നിട്ട് അവർ തമ്മിൽ ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്യും. ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിലൂടെ നോക്കൂ കേട്ടോ. ഇതിങ്ങനെ എഴുതൊന്നും വേണ്ട, നിങ്ങൾക്ക് എന്താണെന്നല്ല കേട്ടോ. ഓക്കെ, അയാൾ ആ ചോദിച്ചുകൊണ്ട് നമുക്കൊന്ന് എഴുതി കാണിച്ചു തരാം. അതെ, ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ശരിയല്ലേ? ശരിയല്ലേ? എല്ലാത്തിലും വെച്ചില്ലേ? പറയേ. ശരിയാണോ? ശരിയല്ലേ? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ? ഓർത്തോ? അതെ, ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോണ്ട് വരും കണ്ടോ? ഈ ബോണ്ട് കട്ട് ചെയ്യും, അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വരും. ഈ ബോണ്ട് കട്ട് ചെയ്യും, അപ്പൊ ഇവിടെ ഒരെണ്ണം വരും. ബെൻസീനായി. ഓൾട്ടർനേറ്റീവ് അല്ലേ? കണ്ടോ? ഓർത്തോ? ഓൾട്ടർനേറ്റീവ് ഇതാണ് ബെൻസീനായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇങ്ങനെ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചതാണ് കേട്ടോ. അങ്ങനെ ഡൗട്ട് ചോദിച്ചുകൊണ്ട് വരച്ചതാണ്. അങ്ങനെയാണത് സൈക്ലിക് ആവുന്നത് കേട്ടോ. ഓക്കെ, വേഗം വരച്ചോളൂ കേട്ടോ. അപ്പോൾ സൈക്ലിക് പോളിമറൈസേഷൻ ഇതോടുകൂടി എന്ത് കഴിയാണ്? YNE തീരുകയാണ് കേട്ടോ. ഓക്കെ, YNEയിൽ അപ്പൊ ഏതൊക്കെ ഹെഡിങ് ഉണ്ടായിരുന്നു നോക്കിയേ. YNEയിൽ എന്തൊക്കെയായിരുന്നു മനസ്സിൽ കൊണ്ടുവന്നേ, ഒറ്റയടിക്ക് കൊണ്ടുവന്നെ. YNE കേൾക്കുമ്പോൾ തന്നെ ആദ്യത്തെ 2 പ്രിപ്പറേഷൻ ഏതൊക്കെയായിരുന്നു? 2 പ്രിപ്പറേഷൻ. ഒന്ന് കാൽസ്യം കാർബൈഡ് അല്ലെ ആൻഡ് വാട്ടർ. ദെൻ രണ്ടാമത് എന്തായിരുന്നു? വിസ്നൽ ഡൈഹാലൈഡ്. അതിൽ ആൽക്കഹോളിക് KOHും ഒരു സോഡാമായിട്ട് ഇടും, NaNH2. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ കിട്ടി. അപ്പൊ പ്രിപ്പറേഷൻ 2. നെക്സ്റ്റ് എന്തായിരുന്നു? ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലെ. ഞാൻ നേരത്തെ അതേ ഐഡിയ തന്നെയാണ്. കെമിക്കൽ പ്രോപ്പർട്ടി ഇന്ന് എടുത്തു അവിടെ നോട്ടാ. കെമിക്കൽ പ്രോപ്പർട്ടിയിൽ എന്തായിരുന്നു? അഡീഷൻ. ആദ്യം എന്താ? അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ അല്ലെ. ഏറ്റവും ഹയസ്റ്റ് വരുന്ന അസിഡിക് ക്യാരക്ടർ. അതാണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. SPK 50% ആണ്. അങ്ങനെ 50% ആകുമ്പോൾ ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി അവിടെ പ്രോസസ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് Hന്റെ അല്ലെ ഈസി ആയിട്ട് അത് ഡൊണേറ്റ് ചെയ്യും. സോ അത് എന്താണ്? മോർ അസിഡിക് ആവും. നെക്സ്റ്റ് വന്നതാണ് അഡീഷൻ റിയാക്ഷൻ. അഡീഷണൽ 4 ഉണ്ട്. അഡീഷൻ ഓഫ് H2, അഡീഷൻ ഓഫ് ഹാലജൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് ഉണ്ട്. ഓക്കെ, അഡീഷൻ ഓഫ് വാട്ടർ. അത് കഴിഞ്ഞിട്ട് പോളിമറൈസേഷൻ. അതിൽ ലീനിയർ പോളിമറൈസേഷൻ, പിന്നെ ഇപ്പോഴത്തെ സൈക്ലിക് പോളിമറൈസേഷൻ. എത്ര ആൽക്കൈൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. നെക്സ്റ്റ് ബിഗ് ഹെഡിങ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. aromatic hydrocarbon. Aromatic hydrocarbon. Underline ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, these hydrocarbons are also known as arenes. These hydrocarbons are also known as arenes. ARENES, arenes. Full stop. Since ARENES
അരീൻസ്. അപ്പോ ആരോമാറ്റിക്കിന്റെ ഒരു കോമൺ നെയിമാണ് അരീൻസ് എന്നുള്ളത് കേട്ടോ. ഫുൾ സ്റ്റോപ്പ്. സിൻസ് മോസ്റ്റ് ഓഫ് ദം since most of them since most of them possess since most of them possess pleasant odor pleasant odor pleasant odor. Second point എഴുതി വെക്കാം. Aromatic compound containing benzene ring. Second point കേട്ടോ, അടുത്ത ലൈനിൽ. Aromatic compounds containing benzene ring are known as benzenoids. Aromatic compounds containing benzene ring are known as benzenoid. Aromatic compounds containing benzene ring are known as എന്തായിരുന്നു? Benzenoids. And those not containing a benzene ring and those not containing a benzene ring and those not containing a benzene ring are known as non-benzenoid. Non-benzenoid. Non-benzenoid കേട്ടോ. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം. Nomenclature and isomerism. Nomenclature and isomerism of benzenoids. Nomenclature and isomerism of benzenoids. ബെൻസീൻ റിംഗ് വരുന്നതിൽ എങ്ങനെയാണ് നോമൻക്ലേച്ചറും ഐസോമറിസം നോക്കുന്നത്? ഓക്കെ. Isomerism of benzenoid compound. ഇവിടെ നോക്കിയേ, ബെൻസീൻ റിംഗ് ആണ്. ജനറലി ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അല്ലെ, CH3. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർത്തോ പാരയൊക്കെ ഡൗട്ട് ഉണ്ടോ? ഇത് ഫസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ ഇതിന്റെ ഓർത്തോ പൊസിഷൻ ആണ് ഇതും ഇത് നിയർ ബൈ പൊസിഷൻ കേട്ടോ. ഓർത്തോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഓർത്തോ. ഇതിന്റെ ഓപ്പോസിറ്റ് പൊസിഷൻ എന്തായിരിക്കും? പാര. ഇൻ ബിറ്റ്വീൻ പൊസിഷൻ എന്തായിരിക്കും? മെറ്റ കേട്ടോ. ഓക്കെ. അപ്പൊ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ടൊക്കെ എഴുതി വെച്ചേക്കണം കേട്ടോ. ഓക്കെ. അപ്പോ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഓർത്ത് വെക്കുക, എവിടെയാണോ ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നത്. ഇപ്പൊ ഇതൊരു കോമ്പൗണ്ട് ആണ്. അതെ, ഇവിടെ ഒരു OH വന്നു കരുതാം. ഒന്ന് ഓർത്ത് വെക്കാം. ഇത് ഓർത്തോ, ഇതും ഓർത്തോ. ഉണ്ട് ഓർത്ത് വെക്കാം. ഇതെന്തായിരിക്കും? പാര. ഇതെന്തായിരിക്കും? മെറ്റ. ഇതെന്തായിരിക്കും? മെറ്റ. അത് ഈ ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ച് മാറും കേട്ടോ. ഓക്കെ. ദെൻ ഇവിടെയാണ് ഈ OH എങ്കിൽ ഏതായിരിക്കും ഓർത്തോ? ഇതും ഓർത്തോ ആയിരിക്കും, ഇത് ഓർത്തോ. ഇതെന്തായിരിക്കും? പാര. ഇതെന്തായിരിക്കും? മെറ്റ കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ, ഇത് കോമൺ നെയിം ആണ്. ഇതിങ്ങനെ വിളിക്കുന്നത് എന്താ? കോമൺ നെയിം. ഐപാക് നെയിം അല്ലേ ഇത് കോമൺ നെയിം ആണ് കേട്ടോ. ഓക്കെ. അപ്പോ ഇവിടെയൊക്കെ കോമൺ നെയിം ഒക്കെ എഴുതുമ്പോ ഒക്കെ നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. ഓക്കെ. അപ്പൊ ഐസോമർസ് ഇതിന്റെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ പേരെന്തായിരിക്കും? നമ്പർ ഇടുമ്പോ ഇത് 1 2 3 4 5 6 അല്ലേ. അപ്പൊ നമ്പർ ഫസ്റ്റ് പൊസിഷൻ ആണ്. അപ്പൊ 1,2 ഡൈമീഥൈൽ ബെൻസീൻ. വേഗം എഴുതുക കേട്ടോ. ബെൻസീൻ. ഇതിന്റെ ഐസോമർ എന്തായിരിക്കും? ഇതിന് കോമൺ നെയിം ഉണ്ട് കേട്ടോ. ഓർത്തോ സൈലിൻ. കോമൺ നെയിം കേട്ടോ. ബ്രാക്കറ്റിലാണ് ഓർത്തോസൈലിൻ.
അതിന്റെ IUPAC നെയിം എഴുതി കേട്ടോ, ഓർത്ത് നോക്കി. ഇത് എന്താ ഐസോമർ ആണ് അല്ലെ. അടുത്ത് നോക്കിയേ, സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് കേട്ടോ, പൊസിഷൻ ആയി അല്ലേ, ഡിഫറെന്റ് പൊസിഷൻ പറഞ്ഞു ഇതിന്റെ നെയിം നോമൻക്ലേച്ചർ. വെരി ഗുഡ് കേട്ടോ, ഓർത്ത് നോക്കുക, അയാൾ പറഞ്ഞ കറക്റ്റ് ആണ്. 1,3 ഡൈമീഥൈൽ ബെൻസീൻ കേട്ടോ, വേഗം എഴുതല്ല. 1,3 ഡൈമീഥൈൽ ബെൻസീൻ. ഇവിടെ എന്തായിരിക്കും കോമൺ നെയിം? എന്തായിരിക്കും? ഓർത്തോസൈലിൻ ആണിത്. ഇതിന്റെ ഏത് പൊസിഷനിലായിട്ട് വന്നേക്കുന്നത്? മെറ്റാസൈലിൻ. അത്രേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. മെറ്റ എം സൈലിൻ കേട്ടോ, ഇത് ക്യാപിറ്റൽ X ആണ്. അടുത്തത് എന്തായിരിക്കും? അത് ഐസോമറസ് ആണ്. ഐസോമറസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മോളിക്കുലർ ഫോർമുല. ഇതിലാണെങ്കിൽ അതിന്റെ പൊസിഷൻ അല്ലേ മാറുന്നത്. ഇനി ഏത് പൊസിഷനിലേക്ക് ഇടാൻ പറ്റും? പാരാ. വെരി ഗുഡ് കേട്ടോ, ഓക്കെ. അങ്ങനെ കണ്ടെത്തണം കേട്ടോ, ഓക്കെ. അപ്പൊ അടുത്തെന്ന് പറഞ്ഞേ, ഇവിടെയും CH2 വന്നു, ഇവിടെയും വന്നു കേട്ടോ. അപ്പൊ എങ്ങനെയായിരിക്കും? പേര് പറഞ്ഞു. IUPAC നമ്പർ ആദ്യം. 1,4 ഡൈമീഥൈൽ ബെൻസീൻ. 1,4 ഡൈമീഥൈൽ സൈലിൻ, സോറി ബെൻസീൻ. എന്ത് സൈലിൻ എന്നാ പറയാ അതിനാ? പാരാസൈലിൻ കേട്ടോ, ഓക്കെ. കോമൺ നെയിം ബ്രാഗല പാരാസൈലിൻ. ഈ ആണ് പാരാസൈലിൻ. പാരാസൈലിൻ. പാരാസൈലിൻ, XYLENE, പാരാസൈലിൻ. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി കൊടുക്കാം. റെസൊണൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ബെൻസീൻ. Resonance and stability of benzene. Resonance and stability of benzene. ആദ്യം ബെൻസീന്റെ റെസൊണൻസ് നമുക്ക് വരക്കണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്റ്റെബിലിറ്റിയുടെ റീസണും കൂടി പറയണം കേട്ടോ, ഓക്കെ. എന്തുകൊണ്ടാണ് ബെൻസീൻ അങ്ങനെ ഒരു കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ റീസൺ കേട്ടോ, അതൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് ക്ലാരിറ്റിയിലേക്ക് വരാം. ആദ്യം റെസൊണൻസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഒന്ന് വരക്കാം അല്ലെ. ഇങ്ങനെയാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ മോളിക്യൂള് ഇതിന്റെ പൊസിഷൻ മാറും. കേട്ടോ, വേഗം വരച്ചു. റെസൊണൻസ് സ്ട്രക്ചർ വരട്ടെ കേട്ടോ. കെക്കുലെ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ഫൈൻഡ് ചെയ്തത്. ഈ ഡബിൾ ബോണ്ട് കണ്ടോ, ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? ഡീലൊക്കലൈസ് ചെയ്തു അല്ലെ. അപ്പൊ എന്താ? ഡീലൊക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് റെസൊണൻസിന്റെ റീസൺ ആയിട്ട് പറയുന്നത് കേട്ടോ, ഓക്കെ. വേഗം വരച്ചു. വരയ്ക്കേട്ടോ.
ഇവിടെ ഒരു പോയിന്റ് എഴുതണം കേട്ടോ. ഇത് വരച്ചിട്ട് ഇവിടെ എഴുതി വെച്ചു. The delocalized pi electron, the delocalized pi electron, the delocalized pi electron is attracted more strongly by the nucleus of the carbon atom than the electron cloud localized between two carbon atoms. Electron cloud localized between two carbon atoms. Full stop. Therefore, presence of delocalized pi electron. Therefore, presence of delocalized pi electron in benzene makes it more stable than the hypothetical cyclohexatriene. അത് വ്യത്യാസം പറയാം. എന്തുകൊണ്ട് ഇതിനെ സൈക്ലോഹെക്സാട്രൈൻ എന്ന് വിളിക്കുന്നില്ല? ഇത് സൈക്ലോഹെക്സാട്രൈൻ അതായിട്ടല്ല, ആ സൈക്ലോഹെക്സാട്രൈൻ അല്ല ഇത് മൂവ് ചെയ്യുന്നുണ്ട്, മനസ്സിലായി? അപ്പോ ഇത് സൈക്ലോഹെക്സാട്രൈൻ ആയിട്ട് നിൽക്കില്ല. അത് പകരം എന്ത് ചെയ്യും? മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കറങ്ങുന്ന ഫാനും കറങ്ങാത്ത ഫാനും ഏതാ നിങ്ങൾക്ക് ആവശ്യം? എന്തിനാ? കറങ്ങാത്തൊരു ഫാനാണെങ്കിൽ വല്ല ഉപകാരം ഉണ്ടോ? അല്ലെ? അതിന് പകരം അതുപോലത്തെ വേറെ എന്തെങ്കിലും പടി ഒന്നെങ്കിലും ഈ സാധനമൊക്കെ വെച്ചാൽ പോരെ? നിങ്ങൾക്ക് വല്ല ഉപകാരം ഉണ്ടാവോ? ഇല്ല. ഇനി കറങ്ങുന്ന ഫാനത്ത് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റൂ? കറങ്ങാത്ത ഫാനെ തൊട്ട് കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? ഏതിനായിരിക്കും മോർ സ്റ്റേബിൾ? ആസ് എ ഫാൻ അല്ലെ? ഫാൻ അറിയാം, അത് കടന്ന് കറങ്ങാണ്. ആക്ച്വലി നിങ്ങൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വിവരം അറിയും അല്ലെ? അപ്പോ ഫാൻ സ്റ്റെബിലിറ്റി കൂടുതൽ അല്ലെ? അതെന്ത് ചെയ്യും? ഡീലൊക്കലൈസ് ദ ലീഫ് അല്ലെ? ലീഫ് എന്ത് ചെയ്യും? ഡീലൊക്കലൈസ് ചെയ്യാണ് കംപ്ലീറ്റ് ആയിട്ട്. അത് കാണുമ്പോ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? അത് ലീഫായിട്ടാണോ അത് റൗണ്ട് ആയിട്ടാണോ? കണ്ടോ അതെന്തുകൊണ്ടാ? അതിന്റെ മൂവ്മെന്റ്. അതുപോലെ ഇതിങ്ങനെ കിടന്ന് കറങ്ങി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ കാണാൻ പറ്റുമോ? എങ്ങനെയാ? ഇല്ല. അതും ഇങ്ങനെ മൂവ് ചെയ്ത് റൗണ്ട് ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അത്രയും സ്പീഡ്, അതിനേക്കാൾ സ്പീഡ് ഇതില്ലേ, ഇതിന്റെ ഒരു 1000 ഒന്നും അല്ല, അതിനേക്കാളും സ്പീഡിലാണ് അത് കിടന്ന് കറങ്ങുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്നും കാണാൻ പോലും പറ്റില്ല. ഒരു ക്ലൗഡ്സ് എന്നാ പറയുന്നത് കേട്ടോ. എന്താ വിളിക്കുക? ഇലക്ട്രോൺ ക്ലൗഡ്. ഏതാ? ഉള്ളിലാ മൂവ് ചെയ്യുന്നേ, ഉള്ളില്. അതിനകത്താണ് ആക്ച്വലി കേട്ടോ, ഓർത്ത് വെക്കാം. അതിനകത്താണ് ആക്ച്വലി മൂവ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചൊക്കെ, തന്റെ കയ്യില് ആറ്റം ഉണ്ട്, ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്. ഇത് താങ്കറങ്ങാണോ? എന്താ താങ്കറങ്ങാത്ത? ഇലക്ട്രോൺസ് പറക്കാത്ത അത് സ്റ്റെബിലിറ്റി അതിന്റെ ഉള്ളിലാണ് ആക്ച്വലി. അതുപോലെ തന്നെയാണ് ബെൻസീൻ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ഉള്ളിലകത്ത് നടക്കുന്ന ഇന്റേണൽ സ്റ്റെബിലിറ്റിയുടെ റീസൺ ആണ് ആക്ച്വലി പറയുന്നത്. കത്താണ് കേട്ടോ, ഓർത്തോ അല്ലെ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞു അല്ല, അങ്ങനെ ആലോചിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഉള്ളിലായതുകൊണ്ടാണ് അതിന് ആ മോളിക്യൂളിന് സ്റ്റെബിലിറ്റി കിട്ടുന്നത് അല്ലെ? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, മരം ചിന്ത ഇതുപോലെ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കില്ല അല്ലെ? കാരണം എന്താ? ആക്ച്വലി അതിന് ഹൈ റിയാക്റ്റീവ് ആയിരിക്കും. നേരെ തിരിച്ചാണെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അത് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാവുന്ന ഒന്നുമല്ല, സ്പീഡും അല്ല അല്ലെ? അത്രയും സ്പീഡായിരിക്കും.
അപ്പോ ഓർത്തു വെക്കാം. ദെൻ നെക്സ്റ്റ് ഏതാ? ENE. എന്തുകൊണ്ടാ? ഡബിൾ ബോണ്ട്. മനസ്സിലായോ? സൈക്ലോഹെക്സേൻ ട്രൈ ENE, ട്രൈൻ ഉണ്ടോ? ഓക്കെ, 3 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആരോമാറ്റിസിറ്റി. അടുത്ത ടെക്സ്റ്റുകൾ ബാക്കിൽ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഹെഡിങ് ഇമ്പോർട്ടന്റ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരോമാറ്റിസിറ്റി അണ്ടർലൈൻ ചെയ്യാം. അതിന് താഴെ ഹക്കിൾ റൂൾ, HUCKEL, HUCKEL, ഹക്കിൾ റൂൾ കേട്ടോ, HUCKEL. ആരോമാറ്റിസിറ്റി HUCKEL, ഹക്കിൾസ് റൂൾ കേട്ടോ, ഹക്കിൾസ് റൂൾ. ഹക്കിൾസ് റൂളും 3 പോയിന്റ്സ് ആണ് പറയുന്നത്. ആയത് പ്ലാനാരിറ്റി, ഡീലോക്കലൈസ് പൈ ഇലക്ട്രോൺ, ദെൻ നെക്സ്റ്റ് പ്രസൻസ് ഓഫ് 4n+2 പൈ ഇലക്ട്രോൺ. ഈ 3 പോയിന്റ് ആണ്. പക്ഷെ അത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിലെ വേർഡാണത് കേട്ടോ. പക്ഷെ അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ചെയ്യണം, അതുപോലെ ഇതിന്റെ താഴെയുള്ളത് ചെയ്യണം, എന്നാൽ അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. എഴുതി വെച്ചു. ഫസ്റ്റ് പോയിന്റ് പ്ലാനാരിറ്റി കേട്ടോ, പ്ലാനാരിറ്റി, PLANARITY, പ്ലാനാരിറ്റി. സെക്കൻഡ് പോയിന്റ് അടുത്ത ലൈനിൽ എഴുതണം. സെക്കൻഡ് പോയിന്റ് complete delocalization of the pi electrons, complete delocalization of the pi electrons in the ring, pi electrons in the ring. Planarity. Second point, complete delocalization of the pi electron in the ring. Third point, presence of 4n+2, presence of 4n+2 pi electron in the ring, presence of 4n+2 pi electron in the ring, pi electron in the ring. Then out of bracket n is equal to 0, n എന്താണെന്ന് എഴുതാണ് 0, 1, 2 അങ്ങനത്തെ നമ്പർ ആയിരിക്കും. 1.5 അങ്ങനെയൊന്നും വരില്ല കേട്ടോ. ഓക്കെ, n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് റിംഗ്സ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ, നമ്പർ ഓഫ് റിംഗ്സ് ആണ് വരുന്നത്. ദെൻ ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഒരു സ്ട്രക്ചർ അവർ തരും, എന്നിട്ട് അത് ആരോമാറ്റിക് ആണോ എന്ന് ചോദിക്കും. അപ്പൊ ഈ റൂൾ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് ആരോമാറ്റിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആദ്യം ആരോമാറ്റിക് ആയിട്ടുള്ളത് തന്നെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് പഠിപ്പിക്കാം ഫസ്റ്റ്. സെക്കൻഡ് അതല്ലാത്തത് പഠിപ്പിക്കാം. തേർഡ് അതിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ആ ക്വസ്റ്റ്യൻസും ഇത്രയും ഇതിന്റെ അണ്ടറിൽ എഴുതി പോകണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല അത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ഇത്രയേ ഉള്ളൂ ടെക്സ്റ്റ് ബുക്കിൽ വന്നേക്കുന്നത്, പക്ഷെ അത് ചോദ്യങ്ങൾ വളരെ വെറൈറ്റി ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബെൻസീനെ തന്നെ ചെക്ക് ചെയ്യാം. ബെൻസീൻ ആരോമാറ്റിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുമ്പോൾ ഈ റൂള് കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. ഇവിടെ ഒരു റിങ്ങേ ഉള്ളൂ, അപ്പൊ n = എത്രയായിരിക്കും? അമൻ n = എത്രയായിരിക്കും? ഒരു റിംഗല്ലേ ഉള്ളൂ, അപ്പൊ n = 1. ദെൻ അടുത്ത എന്തായിരുന്നു? 4 × 1 + 2 അല്ലെ? എന്ത് റൂളായിരുന്നു? ഹക്കിൾ റൂൾ, തേർഡ് റൂൾ അല്ലെ? അപ്പൊ എത്ര ഇലക്ട്രോൺ വരും? 6 pi ഇലക്ട്രോൺ ഉണ്ടോ? ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിൽ 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ എത്രയും 2 2 2 6. ഇത് ചെക്ക് ചെയ്യണം മാനുവലി, നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെന്താണ് ആക്ച്വലി ഇതിലും ഒബേ ചെയ്യുന്നുണ്ട്, ഇതിലും ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒബേ ചെയ്തു. ഇനി രണ്ടാമത്തത്, ആദ്യത്തെ പോയിന്റ് പ്ലാനാരിറ്റി. പ്ലാനാരിറ്റിയുടെ മീനിങ് മനസ്സിലാക്കണം. പ്ലാനാരിറ്റി എന്ന് പറഞ്ഞാൽ sp ഹൈബ്രിഡൈസേഷന്റെ ഷേപ്പ് എന്തായിരുന്നു? sp-യുടെ ഷേപ്പ് ലീനിയർ, ഒരു പ്ലെയിനിൽ വരക്കാൻ പറ്റും. ലീനിയർ, ഇത് കണ്ടോ, ഇത് വരക്കാം. അടുത്ത sp2ന്റെ ഷേപ്പ് എന്താ? ട്രയഗണൽ പ്ലാനർ, ഒരു പ്ലെയിനിൽ വരക്കാൻ പറ്റും. അപ്പൊ ഇത് sp, ഇത് sp2. sp3 എന്തായിരിക്കും? അനന്തു ടെട്രാഹെഡ്രൽ. ടെട്രാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ 3D ശരിക്കും കാണിക്കാൻ പറ്റുള്ളൂ, ഒരു പ്ലെയിനിൽ കാണിക്കാൻ പറ്റുമോ? നമ്മൾ വരക്കുമ്പോൾ 3D പിക്ചർ പോലെ ഇങ്ങനെയൊക്കെ വരക്കാൻ നോക്കും,
ഏകദേശം ഒന്ന് മനസ്സിലാവും, അല്ലാതെ 3D അത് പ്ലാനർ അല്ല. അപ്പൊ പ്ലാനാരിറ്റി എന്ന് പറഞ്ഞാൽ sp ഓർ എന്തായിരിക്കണം sp2. ഇവിടെ നോക്കിയേ ഓരോ കാർബണും ചെക്ക് ചെയ്യാം. അമൻ ഈ കാർബൺ ഉണ്ടോ ഡബിൾ ബോണ്ടില്ലേ ഈ സൈഡിൽ, അപ്പൊ എന്തായിരിക്കും അത് sp2. ഇത് നോക്കിയേ sp2, ഇത് നോക്കിയേ sp2, ഇത് നോക്കിയേ sp2, sp2 എല്ലാം sp2. അപ്പൊ ആദ്യത്തെ പോയിന്റ് പ്ലാനാരിറ്റി ആണ്. അത് എല്ലാ കാർബൺ ആറ്റവും ഒന്നല്ലെങ്കിൽ sp ഓർ sp2 ആയിരിക്കണം. അല്ലെങ്കിൽ കാർബൺ എന്താണ്ടാവണം പ്ലസ് എന്ന് കാണണം. കാർബൺ പ്ലസ് വന്നാൽ എന്തായിരിക്കും sp2 ഉണ്ടോ പ്ലസ് കേട്ടോ. ഓർത്ത് നോക്കുക കാർബോകാറ്റയോൺ നമ്മൾ പഠിച്ചില്ലേ ഹൈപ്പർ കോഞ്ചുഗേഷനിൽ sp2 അല്ലെ ഏതാ CH2 പ്ലസ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതാണ് ആദ്യത്തെ റൂള്. രണ്ടാമത്തെ റൂള് എന്താണ് ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺ. അത് മൂവ് ചെയ്യും, അത് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെയാണ് ഈ 4n+ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെന്താണ് ആരോമാറ്റിക്. ആരോമാറ്റിക് എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, ഇതുപോലെ എഴുതിയിട്ട് ആരോമാറ്റിക് ആണെന്ന് എഴുതണം. ഇത് എഴുതണ്ട ഇത്രയും. അപ്പൊ ബെൻസീൻ വരച്ചോ, എഴുതുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാഫ്തലീൻ. നാഫ്തലീൻ എന്തിനു ഉപയോഗിക്കാറ്? നാഫ്തലീൻ കേട്ടല്ലേ, നാഫ്തലീൻ ബോൾസ് വൈറ്റ് കളറില് ടോയ്ലറ്റിലൊക്കെ ഇടാറുണ്ട് അല്ലെ. എന്താണ് മൗത്ത് റിപ്പലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന നാഫ്തലീൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എഴുതി വെക്കാം നാഫ്തലീൻ. ചെക്ക് ചെയ്യണം കേട്ടോ വെദർ ആരോമാറ്റിക് ഓർ നോട്ട്. ഇതിൽ ഏത് കാർബൺ എടുത്താലും അവിടെയൊക്കെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്, ശരിയല്ലേ? ഏത് കാർബൺ എടുത്താലും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ കാർബൺ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഈ കാർബൺ ഈ സൈഡിലുണ്ട് കണ്ടോ, ഡബിൾ ബോണ്ട് ഉണ്ട്. എല്ലാ കാർബൺ ആറ്റത്തിനും ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ അത് ഓൾറെഡി എന്താ sp2. ആദ്യത്തെ റൂള് ഓക്കെ ആണ് കേട്ടോ. സെക്കൻഡ് റൂള് എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ. n = എത്രയാ 2. അപ്പൊ എത്ര ഇലക്ട്രോൺ വരും ഒന്ന് പറഞ്ഞോ. 4 × 2 + 2 എത്രയാണ് 10 ഇലക്ട്രോൺസ് അല്ലെ. 10 ഇലക്ട്രോൺസ് ചെക്ക് ചെയ്യ് 10 ആണോന്ന് കേട്ടോ. എത്ര ബോണ്ട് ഉണ്ട് നോക്കുക. 1 2 3 4 5 5 × 2 അല്ലെ 10. 5 × 2 10 ഇലക്ട്രോൺ. പക്ഷെ ഇതും അല്ലാത്ത ക്വസ്റ്റ്യൻസുകളും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിലുണ്ട് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ അതിലേക്ക് എത്താൻ പോവാണ്. ഇത് കണ്ട പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയാണ്. ഇനി അടുത്തത് ഇവിടെ നോക്കിയേ, ഇതൊരു വേറെ എക്സാമ്പിൾ ആണ്. ഇതും ആരോമാറ്റിക് ആണ്. ഇവിടെ നോക്കിയേ ആരോമാറ്റിക് ആണ്. ഈ ആരോമാറ്റിക് ആവുന്നതിന്റെ റീസൺ നോക്കിയേ. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട് ടോട്ടലി? n = 1. n = 2 ആണോ? ഒരു റിംഗ് അല്ലേ ഉള്ളൂ. അപ്പൊ n = 1 ഒരു റിംഗ് കേട്ടോ. സൈക്ലോസ്ഫൈഡ് n = 1. ദെൻ നമുക്ക് എത്ര വരും? 4 × 1 + 2 6 pi ഇലക്ട്രോൺ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, ഇത് കൂടി ഇൻക്ലൂഡ് ചെയ്യും, ഈ ഇലക്ട്രോൺ കൂടി ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ എത്ര വരും? 1 2 3 4 5 6 ഉണ്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ടോട്ടൽ 6 pi ഇലക്ട്രോൺ കേട്ടോ. ഓർത്ത് നോക്കാം 6 pi ഇലക്ട്രോൺസ് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത് കേട്ടോ. 6 pi ഇലക്ട്രോൺസ്.
ഇതൊരു ഹെക്സഗൺ അല്ല, ഹെപ്റ്റഗൺ കേട്ടോ ആണ് വരുന്നത്. 1 2 3 4 5 6 7 ഹെപ്റ്റഗൺ ആണ് കേട്ടോ. 7 സൈഡ് വരും. ഇതിലും എന്ത് തന്നെയാണ്, ഈ റൂളൊക്കെ കറക്റ്റ് അല്ലേ? n ഈക്വൽ ടു 1 അല്ലേ? എത്ര ഇലക്ട്രോൺ തന്നെ വരും? 6 പൈ ഇലക്ട്രോൺ. ഓർത്തോ, ഇതും റൂളൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. 6 പൈ ഇലക്ട്രോൺ ഹെപ്റ്റഗൺ കേട്ടോ. ഓർത്തോക്ക 1 2 3 4 5 6 7 അല്ല, ഇതിനകത്തും 1 2 3 3 into 2 6 ഇലക്ട്രോൺ. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് ഈ ടോപ്പിക്കിൽ നിന്ന് കേട്ടോ. നമ്മള് ടോപ്പിക്കില് എല്ലാ, ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിൽ 25 ക്വസ്റ്റ്യൻ ഉള്ളൂ. എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ല എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഇല്ലാതെ എന്ത് ബുക്കല്ലേ ഉണ്ടോ? എടുത്തു. ടെക്സ്റ്റ് ബുക്കില് ബാക്കില് 9.12 9.11 9.12 9.11 9.12 കേട്ടോ. ക്വസ്റ്റ്യൻ എന്ന് എഴുതി വെച്ചോ കേട്ടോ. ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ 9th കേട്ടോ. 9 ക്വസ്റ്റ്യൻ 9.11 ഒന്ന് എഴുതി വെച്ചേ. വാട്ട് ആർ ദ നെസസറി കണ്ടീഷൻ? ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചു കേട്ടോ. 9.11 വാട്ട് ആർ ദ നെസസറി കണ്ടീഷൻസ് ഫോർ എനി സിസ്റ്റം ടു ബി ആരോമാറ്റിക്? What are the necessary condition for any system to be aromatic? എന്തായിരിക്കും ആൻസർ? പറ. ഹക്കിൾ റൂൾ. ദേ ഒബേ ഹക്കിൾ റൂൾ. ഒന്ന് എഴുതി വെച്ച ദേ ഒബേ ഹക്കിൾ റൂൾ. എന്നിട്ട് ആ റൂള് മുഴുവൻ എഴുതി വെക്കണം കേട്ടോ. വീണ്ടും ദേ ഒബേ ഹക്കിൾ റൂൾ. They obey Huckel rule. ഏതായിരുന്നു ഹക്കിൾ റൂൾ? പ്ലാനാരിറ്റി, കംപ്ലീറ്റ്ലി ഡീലോക്കലൈസേഷൻ അല്ലെ? അപ്പൊ അത് എഴുതാനുള്ള ഒരു സ്പേസ് വിട്ടേക്കാം കേട്ടോ. ഓക്കെ, വീണ്ടും അതുപോലെ തന്നെ എഴുതി പഠിച്ചോട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കിട്ടണം. ഇനി 9.12 കേട്ടോ. അപ്പൊ ആ സ്പേസ് വിട്ടേ. നിങ്ങള് ആ റൂൾ എഴുതാനായിട്ടുള്ള സ്പേസ് വിടണം കേട്ടോ. മറക്കല്ലേ കേട്ടോ, ആ സ്പേസ് വിടാം. അത് കഴിഞ്ഞിട്ട് 9.12 explain why the following system are not aromatic. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. explain why. ക്വസ്റ്റ്യൻ എഴുതണം. 9.12 explain why the following systems are not aromatic. Are not aromatic. Are not aromatic. കേട്ടോ. നിങ്ങളോട് ചോദിക്കും, അതുകൊണ്ട് വേഗം പറയണം കേട്ടോ. എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. അനന്തു പറഞ്ഞു. നോട്ട് ആരോമാറ്റിക് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തായിരിക്കും? അത് ആദ്യം എഴുതാം. വെരി ഗുഡ്. എന്നിട്ട് ഇവിടെ നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ ഉണ്ടോ ഈ റിംഗില്? sp3 എന്ന് പറഞ്ഞ സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള ഏതെങ്കിലും കാർബൺ ഉണ്ടോ? ഇത് ഉണ്ടോ? അനന്ത് കണ്ടു. കാരണം നിങ്ങൾ അപ്പൊ ഇത് കണ്ടോ, ഇതൊക്കെ ചോദിച്ചു കഴിയുമ്പോ നിങ്ങൾക്ക് ആ നമ്പറൊക്കെ ഇടാം അല്ലേ? ഓർത്ത് വെക്കാം. ഇവിടെ നിന്ന് ഏതെങ്കിലും നമ്പറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ ഇവിടെ നിന്നാണ് നമ്പർ കൊടുക്കുക. അല്ലെങ്കിൽ 1 2 3 4 5 6 ഉണ്ടോ? ഫസ്റ്റ് കാർബൺ ആറ്റം അല്ലെ? ഫസ്റ്റ് കാർബൺ ആറ്റം ഇങ്ങനെ കൊടുത്തിട്ട് ഫസ്റ്റ് കാർബൺ ആറ്റം അല്ലെ? എന്തായിരുന്നു ആക്ച്വലി? sp3 hybridization. So does not obey എന്തായിരിക്കും? പ്ലാനാരിറ്റി.
ഉണ്ടോ sp3. sp3 എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ ബോണ്ട് അല്ലെ? സിംഗിൾ ബോണ്ട് ആണ്. അപ്പോ ഡസ് നോട്ട് ഒബേ അല്ലെ? പ്ലാനാരിറ്റി ഒബേ ഇല്ല. ഇനി പറയേ 4n+2π ഇലക്ട്രോൺ ഈ റിങ്ങിലുണ്ടോ? റിങ്ങിനകത്ത് ഉണ്ടോ? n എത്രയാ? 1 അല്ലേ? n 1. 4n+2 ഇപ്പൊ എത്രയായിരിക്കും? 6π ഇലക്ട്രോൺ. എന്നിട്ട് ഇവിടെ എന്താ കണ്ടീഷൻ എഴുതും? ഇൻ ദിസ് കേസ് ഓൺലി എത്രയാ ഇലക്ട്രോൺ വരുന്നേ? ഓൺലി ഇൻ ദിസ് കേസ് അല്ലെങ്കിൽ ഇൻ ദിസ് കോമ്പൗണ്ട് കണ്ടെയ്നിങ് ഓൺലി 4π ഇലക്ട്രോൺ. സോ ഡസ് നോട്ട് ഒബേ ഹബിൾ റൂൾ. ഓക്കെ, അങ്ങനെ ക്ലാരിറ്റിയിൽ ആദ്യത്തെ എന്തായിരുന്നു? ഫസ്റ്റ് കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് വേണമെങ്കിൽ കൊടുക്കാം, എനിക്ക് ഇത് കൊടുക്കാം കേട്ടോ. അപ്പൊ വെറുതെ നമ്പർ ചെയ്യാണ്, നോമൻക്ലേച്ചറിന് വേണ്ടിയുള്ള നമ്പറിങ്ങല്ല. നമ്പർ കൊടുത്തിട്ട് ഫസ്റ്റ് കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസ്, അല്ലെങ്കിൽ ജനറലി എഴുതിയേക്കണം ദിസ് എന്താണ് സൈക്കിൾ കണ്ടെയ്നിങ് 1 sp3 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം. സോ ഡസ് നോട്ട് ഒബേ പ്ലാനാരിറ്റി. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? sp3 എന്ന് പറഞ്ഞ സിംഗിൾ ബോണ്ട് വന്നു. ഈ കാർബൺ ആറ്റത്തിന് ഏതെങ്കിലും സൈഡിൽ ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ സിംഗിൾ ബോണ്ട് വന്ന sp3 ആയി കേട്ടോ. അപ്പൊ ഇത് നോക്കിയേ, ഈ സെക്കൻഡ് ഈ സൈഡിൽ ഏതെങ്കിലും സൈഡിൽ മതി കേട്ടോ. അപ്പൊ എന്തായി? sp2. ഈ കാർബൺ ആറ്റം നോക്കിയേ, ഏതെങ്കിലും സൈഡിലേക്ക് ഡബിൾ ബോണ്ട് ഉണ്ട്, sp2. ഈ കാർബൺ ആറ്റം നോക്കിയേ, sp2. ഈ സൈക്കിളിനകത്ത് എന്ത് മാത്രം പാടുള്ളൂ എന്ന് അവർ പറയാണ്? ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കണം, പ്ലാനർ ആയിരിക്കണം. അതാണ് പറഞ്ഞേക്കുന്നത് ആദ്യത്തെ റൂള്. ആദ്യത്തെ റൂള് തന്നെ തെറ്റിച്ചിട്ടുണ്ട് അവര് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് ഇതും. ഡസ് നോട്ട് ഒബേ ഇത് തന്നെയാണ്. ഹബിൾ റൂൾ ഒബേ ചെയ്യോ? ഇല്ല. എന്താ? ഈ കാർബൺ ആറ്റം അല്ലേ? ഇവിടുന്ന് 1 ഇട്ട ആ കാർബൺ ആറ്റം ആണ് ഫസ്റ്റ് കാർബൺ ആറ്റം. എന്തായിരിക്കും അത്? ഫസ്റ്റ് കാർബൺ ആറ്റം sp3. അപ്പൊ എന്തായിരിക്കും? ഡസ് നോട്ട് ഒബേ പ്ലാനാരിറ്റി. സെക്കൻഡ് പോയിന്റ് എന്തായിരിക്കും? n 1 നേരത്തെ എഴുതിയ പോലെ എഴുതണം കേട്ടോ. 4n+2π ഇലക്ട്രോൺ ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. മീൻസ് എന്തായിരുന്നു? 6π ഇലക്ട്രോൺ. പക്ഷെ ഇൻ ദിസ് കോമ്പൗണ്ട് കണ്ടെയ്നിങ് എത്രയായിരുന്നു? അവൻ എത്ര പൈ ഇലക്ട്രോണാ വരുന്നത്? ഇതിന് എത്ര പൈ ഇലക്ട്രോൺ വരും ഈ സിസ്റ്റത്തിനകത്ത്? 4 4π ഇലക്ട്രോൺ കേട്ടോ. 2 ഡബിൾ ബോണ്ട്, 2 ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ 4π ഇലക്ട്രോൺ വരുന്നുണ്ട്. 4π ഇലക്ട്രോൺ, 4π ഇലക്ട്രോൺ കേട്ടോ. 4π ഇലക്ട്രോൺ ഓൺലി. ഇതിൽ നോക്കി അറിയാം പ്ലാനാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. ഏത് കാർബൺ എടുത്താലും ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഇവിടെ n = എത്രയായിരിക്കും? n = 1. എത്ര ഇലക്ട്രോൺ വരണം?
ഇവിടെ വരേണ്ടത് എത്രയായിരുന്നു? 6 pi ഇലക്ട്രോൺ. പക്ഷെ ഇപ്പോ ഓൾറെഡി എത്ര ഇലക്ട്രോൺ വരും? അപ്പൊ എഴുതണം ഇൻ ദിസ് കോമ്പൗണ്ട് ഗ്രീൻ വരച്ചത് വരക്കുന്ന മെത്തേഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇത് 8 ഫേസ് വരുന്നുണ്ട് അല്ലേ? ഇൻ ദിസ് കോമ്പൗണ്ട് containing 4 bond ആണ്, 4 into 2 8 pi electron does not obey Huckel rule and not a aromatic compound കണ്ടോ? അപ്പൊ ആരോമാറ്റിസിറ്റി പ്രൂവൻ ചെയ്യുന്ന അല്ലെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആരോമാറ്റിക് അല്ല, നോട്ട് എ ആരോമാറ്റിക് കേട്ടോ. 8 pi ഇലക്ട്രോൺ വന്നില്ലേ? നോട്ട് എ ആരോമാറ്റിക്, does not obey Huckel rule. So does not obey Huckel rule അല്ലേ? not a aromatic compound. ഇനി ഇതില് കെമിക്കൽ പ്രോപ്പർട്ടീസ് മുഴുവനും നമ്മൾ ഒരു വലിയൊരു ഡയഗ്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞൊരു മെക്കാനിസം എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക് ഉണ്ട്. മെക്കാനിസം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ടെക്സ്റ്റിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തീരും കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഏരിയയിലേക്ക് നമ്മൾ എത്തി. ഇനിയുള്ള റിയാക്ഷൻസ് ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, കേട്ടോ, ഞാനിവിടെ ബോർഡിൽ വരയ്ക്കാം റിയാക്ഷൻസ്. ഇനി നമ്മൾ എഴുതുന്ന പ്രിപ്പറേഷൻ ഓഫ് ബെൻസീനും അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീനും ഒരു പേജിലേക്ക് നല്ല ഭംഗിയായിട്ട്, ഒരു ഫുൾ പേജിലാണ് എഴുതുക കേട്ടോ. ഒരു ഫുൾ പേജ് വേണം. ആ പേജിൽ നല്ല ഭംഗിയായിട്ട് വെക്കും. അങ്ങനെ എഴുതുന്നതിന് കാരണമുണ്ട്. കാരണം ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്തെല്ലാം പഠിച്ചോ അതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ ഓരോരോ ഹെഡിങ് ഉണ്ടല്ലേ, ആ ഹെഡിങ് പല പല റിയാക്ഷൻ ആയിട്ട് കണക്ട് ചെയ്യുന്നു. അത് നിങ്ങൾ തനിയെ ചെയ്യണം. നിങ്ങൾ തനിയെ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അവിടെയാണ് ചലഞ്ച് വരുന്നത്. ഈ ചാപ്റ്റർ ഏറ്റവും ചലഞ്ച് എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു ഒറ്റ പേജിലേക്ക് കൊണ്ടുവന്നാൽ കുറച്ചും കൂടി പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പേജിലേക്ക് ആക്കി വൃത്തിയിൽ കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ബുക്കിന്റെ മിഡിൽ പേജിൽ നമ്മളൊരു ബെൻസീൻ വരക്കും. നല്ല ഭംഗിയിലൊരു ബെൻസീനൊക്കെ അങ്ങ് വരച്ചു നോക്കും നമ്മള്. അപ്പോ ഈ ബെൻസീന്റെ പ്രിപ്പറേഷൻ ചാപ്റ്ററിൽ പല സ്ഥലത്തായിട്ട് കിടക്കുന്ന പ്രിപ്പറേഷൻസ് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതൊക്കെയാണ്. ആ പഠിച്ചതിന് ഇതിലേക്ക് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. അതില് ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ഒന്ന് നോക്കട്ടെ, എന്തൊക്കെയാണ് കിട്ടുമെന്ന് നോക്കട്ടെ. C6H14 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ട്. ആ C6H14 നമുക്ക് ബെൻസീനിലേക്ക് കൊണ്ടുവരണം. C6H14 ബെൻസീനിലേക്ക് വരണം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇത്? ഈ റിയാക്ഷന്റെ ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്താണ്. YNE പഠിച്ചാണ്. YNE അല്ലേ, ANE. ആരോമാറ്റൈസേഷൻ എന്നാണ് പേര്. ആരോമാറ്റൈസേഷൻ റിയാക്ഷൻ. ആരോമാറ്റൈസേഷൻ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പൈറോലിസിസ് ഒക്കെ എടുത്തേക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഓർത്ത് നോക്കാം, വനേഡിയം പെന്റോക്സൈഡ് കാറ്റലിസ്റ്റ്.
V2O5. ടെമ്പറേച്ചർ എത്രയായിരുന്നു? മോളിബ്ഡിനം ട്രയോക്സൈഡ് ഉണ്ട്, ഒരെണ്ണം ഇപ്പൊ എഴുതുന്നുള്ളൂ. എത്രയായിരുന്നു? 773 കെൽവിൻ. 10 to 20 atm പ്രഷർ. ഇത്രയും കണ്ടീഷൻ വന്നാലേ ബെൻസീൻ വരുള്ളൂ. ഇനി ഇന്ന് പഠിച്ചു വരണമുണ്ട്, ഇത് കിട്ടുമെന്ന് ഓർത്തു നോക്കട്ടെ. എന്തായിരുന്നു ഇന്ന് പഠിച്ച റെഡ് ഹോട്ട് അയൺ ട്യൂബ്. 873 കെൽവിൻ. ഇനി ഇത് നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല. ഫിനോൾ. ഫിനോളിനെ ബെൻസീൻ ആക്കണം. ഈ ഒഴിച്ച് മാറ്റണം. ഇത് ഫിനോൾ ആണ്, അതിന്റെ പേരൊക്കെ എഴുതണം കേട്ടോ. ഫിനോൾ. ഫിനോളിനെ ബെൻസീൻ ആക്കി കൺവേർട്ട് ചെയ്യണം കേട്ടോ. സിങ്ക് ഡസ്റ്റ്. എന്താ ഇടുന്നേ? സിങ്ക് ഡസ്റ്റ് ആൻഡ് ഹീറ്റ് കേട്ടോ. സിങ്ക് ഡസ്റ്റ് ആൻഡ് ഹീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബെൻസീൻ ആകും. ഇനി ഇത് നിങ്ങൾ പഠിച്ചതാണ്, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ. ആ ഒരു ടോപ്പിക്കിൽ ഇത് പഠിച്ചിട്ടുണ്ട്. അതേ റിയേജന്റ് ആണ്. ഡീകാർബോക്സിലേഷൻ. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ ഇവിടെ നിന്ന് പോകും. CO2 പോയ H മുകളിൽ വരില്ലേ? ഡീകാർബോക്സിലേഷൻ. ഏതാണ് റിയേജന്റ്? എന്തിട്ടാൽ ഇത് കിട്ടും? ശരിയാ പറഞ്ഞു. നെസ്ലസ് റിയേജന്റ് ഒക്കെ എവിടെ ഉപയോഗിക്കണേ? ഡിറ്റക്ഷൻ ഓഫ് ഡാഷ് കെമിക്കൽ പ്രോപ്പർട്ടി ആണ് നെസ്ലസ് റിയേജന്റ്. പറഞ്ഞേ. അമോണിയം. നെസ്ലസ് റിയേജന്റ് ഏതാ? അല്ല, നെസ്ലസ് റിയേജന്റ് പേരെന്താന്നാ? K2HgI4 കേട്ടോ. നെക്സ്റ്റ് ഇത് ഡീകാർബോക്സിലേഷൻ. ഇടുന്നത് NaOH CaO. NaOH and CaO. ഇതിനെ വിളിക്കുന്നത് എന്തായിരുന്നു? സോഡ. NaOH CaO. സോഡ ലൈം കേട്ടോ. ഓർത്ത് വെക്കാം കേട്ടോ. NaNH2 എന്തായിരുന്നു? അയാൾ പറഞ്ഞു. NaNH2 സോഡാമായിട്ട് കണ്ടോ. ഓർത്ത് വെക്കാം. അത് പിടിച്ചതാണ്. ഇത് സോഡ ലൈം കേട്ടോ. ഓക്കെ, മറക്കല്ലേ. അപ്പോ ഇവിടെ നിന്ന് ഇത്രയും ചെയ്താൽ കണ്ടോ, ഇത്രയും ഏരിയ ബെൻസീന്റെ പ്രിപ്പറേഷൻ ആണ്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടി. കെമിക്കൽ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വിഷമിക്കേണ്ട, കുറേ ഉണ്ട് കേട്ടോ. ഓർത്ത് വെക്കാം. 5-8 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോ കെമിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് ഇവിടെ നിന്ന് എങ്ങനെ പോകുന്നു കണ്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ നല്ല ഭംഗിയിൽ കേട്ടോ. ഇന്ന് നിങ്ങൾ റഫായിട്ടൊക്കെ വരയ്ക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വേറൊരു പേജിൽ നല്ല ഭംഗിയിൽ സ്കെച്ച് അല്ലെ, സ്കെച്ച് യൂസ് ചെയ്യും. പിന്നെ പെൻസിൽ കണ്ടോ, അതൊക്കെ യൂസ് ചെയ്ത് സ്കെയിലൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ കണ്ടാൽ പഠിക്കാൻ തോന്നണം. ആ രീതിയിൽ വീട്ടിൽ പോയിട്ട് റീറൈറ്റ് ചെയ്യണം ഇത് കേട്ടോ. ഓർത്തോക്കെ ഇന്നിപ്പോ വരക്കും ഇതുപോലെ അങ്ങ് വരച്ചു നോക്കണം കണ്ടോ. അയാൾ പറഞ്ഞ് പഠിച്ചിട്ട് പോകണുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്ര ഏരിയ പറഞ്ഞിട്ടേ വിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ പഠിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് നമ്മൾ ടോളുവിൻ. ഇതിനെ വിളിക്കുന്ന പേര് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. ഫ്രിഡൽ ക്രാഫ്റ്റ്. CH3 ഇവിടെ ഇടുന്നത് CH3Cl അൺഹൈഡ്രസ് AlCl3. ഇത് ഇട്ട് കഴിഞ്ഞാൽ ടോളുവിൻ കിട്ടും കേട്ടോ. ടോളുവിൻ. ഇത് അസറ്റോഫിനോൺ എന്നാണ് ഈ കോമ്പൗണ്ട്. അസറ്റോഫിനോൺ. അത് കഴിഞ്ഞാൽ ക്ലോറോബെൻസീൻ. നൈട്രോബെൻസീൻ. ബെൻസീൻ, സൾഫോണിക് ആസിഡ്, cyclohexane,
ഇത്രയും ഹെഡിങ്സ് ആയിട്ട് നിങ്ങൾ എഴുതി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് വെറുതെ ഇങ്ങനെ വായിച്ചു പോകും, പക്ഷെ ഇവർ തമ്മിലുള്ള കണക്ഷൻ കിട്ടില്ല കേട്ടോ. ഇപ്പോ ഇത്രയും നിങ്ങൾ ഈ ടേബിൾ പഠിച്ചു കഴിയുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഓർത്തോ റീജന്റ് ഒക്കെ ഞാൻ ഇത് കണ്ട് വരച്ചു തരാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പല സ്ഥലത്ത് കിടക്കുന്നതാണ്. അതിൽ ഈ ഹെഡിങ്സുകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി എഴുതാനായിട്ടുള്ള. ഹെഡിങ് എഴുതിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം അതിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാം. അതേ മെത്തേഡിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഈ ചാപ്റ്റർ ടഫ് ആവുന്നത് ഇങ്ങനെ പഠിക്കാത്തതുകൊണ്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പല പല സ്ഥലത്ത് കിടക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മെത്തേഡ് കാണിച്ചു തരാം ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ കേട്ടോ. ഓക്കെ, ദെൻ ഇതിലിടുന്നത് CH3COCl അൺഹൈഡ്രസ് AlCl3. ഇതിലിടുന്നത് Cl2 അൺഹൈഡ്രസ് AlCl3. അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണം പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആക്കി തന്നെ കണ്ടോ. അൺഹൈഡ്രസ് AlCl3 വരുന്നുണ്ട്. ഈ മോളിൽ ടോപ്പ് പേജിൽ മാത്രം മാറുന്നുള്ളൂ. ഇനി ഇവിടെ എളുപ്പമാണ് കോൺസെൻട്രേറ്റഡ് HNO3. അതിൽ നിന്നാണ് നിങ്ങൾക്ക് ആ NO2 കിട്ടുന്നത്. ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4. ഇനി ഇതിൽ ആകെ കോൺസെൻട്രേറ്റഡ് H2SO4 മാത്രമേ ഉള്ളൂ. അപ്പൊ എളുപ്പമായില്ലേ. ഓർ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇതില് H2 റിഡക്ഷൻ ആണ്. ആൻഡ് നിക്കൽ ഓർ പലേഡിയം ഓർത്ത് നിക്കൽ ഓർ പലേഡിയം കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. നെക്സ്റ്റ് ഇവിടെ രണ്ട് സ്ഥലത്തും Cl2 ആണ്. Cl2 ഇതിന്റെ പേര് BHC എന്നാണ്. BHC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. ഇതിന്റെ പേര് ഹെക്സാ ക്ലോറോ ബെൻസീൻ എന്നാണ് കേട്ടോ. ഇത് സൺലൈറ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ഇത് സൺലൈറ്റ്. ഇത് ഡാർക്കിലാണ്. ഇവിടെ ഡാർക്ക്. ആൻഡ് അൺഹൈഡ്രസ് AlCl3. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻസ്. ഇവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ട് 500 കെൽവിൻ കൂടി ഉണ്ട് കേട്ടോ. 500 കെൽവിൻ. ഇനി ചോദ്യം ശ്രദ്ധിക്കുക, എങ്ങനെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കി, ഇത് കണ്ടോ, ഇതിന്റെ പേരെന്താ? ഹെക്സെയിൻ. ഇതിന്റെ പേരെന്താ? ഹെക്സെയിൻ. ഹെക്സെയിൻ കൺവേർട്ട് ടു ടോളുവിൻ. ഇതാണ് ചോദ്യം. അപ്പൊ ഹെക്സെയിന് ആദ്യം എന്താക്കണം? ബെൻസീൻ. ബെൻസീനിൽ നിന്ന് ടോളുവിൻ അല്ലെ. ഇപ്പൊ ഇവിടെ നിന്ന് എനിക്ക് സൗത്തിലേക്ക് പോകണം. ഞാൻ എന്ത് ചെയ്യും? ഈ ജംഗ്ഷനിൽ നിന്ന് അല്ലെ ഇവിടെ ചെന്നിട്ട് റൈറ്റ് പോയാ സൗത്ത്, ലെഫ്റ്റ് പോയാൽ എന്തായിരിക്കും? വൈറ്റില അല്ലെ. ഓർത്ത് നോക്കാം. കോമൺ പോയിന്റ് ആരാ? ഈ ജംഗ്ഷൻ ആണ്. അതുപോലത്തെ ജംഗ്ഷൻ ആണ് ഇത് കണ്ടോ. ഓർത്ത് നോക്കാം, അതുപോലത്തെ ജംഗ്ഷൻ ആണ്. ഇന്നേ വരെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്നാൽ പറ്റുമോ? ഇല്ല. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ എത്ര ക്വസ്റ്റൻ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ നിന്ന്? നിങ്ങളൊന്ന് നോക്കിയേ. ഇതിന്റെ ക്വസ്റ്റൻ എന്താ? ഹെക്സെയിൻ കൺവേർട്ട് ടു ടോളുവിൻ. ഇതെന്തായിരുന്നു? ഹെക്സെയിൻ കൺവേർട്ട് ടു അസറ്റോഫിനോൺ. എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? 32 ഉണ്ടോ. ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ 1 2 3 4 4 into 8 32 ക്വസ്റ്റൻ ഉണ്ടാക്കാൻ പറ്റും. 32 ക്വസ്റ്റൻ റാൻഡം ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ വഴി കിട്ടത്തില്ല. ഇതൊരു ഫ്രെയിമിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ടത് ഈ 4 ഇങ്ങനെ പഠിക്കുന്നു. അപ്പൊ തന്നെ ഒരു ഫ്രെയിം എത്തി അല്ലെ. നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ബെൻസീനിലേക്ക് പോകണമെന്ന് അറിയാമല്ലോ. എന്ത് ചോദിച്ചാലും ഈ 4 നിന്ന് ബെൻസീനിലേക്ക് എത്തുന്നു. പിന്നെ അവിടെ നിന്ന് ആലോചിച്ചെടുത്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ ഈ ഐഡിയ കിട്ടത്തില്ല. അതാണ് ഈ ഇതിലെ ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് ഇത് വേഗം ഒരു പേജിലേക്ക് അങ്ങ് ആദ്യം വരക്കുക കേട്ടോ. ഓക്കെ, ഒരു പേജിൽ നല്ല വൃത്തിയിൽ വരക്കണം.
ഇത്തിരി വലുതാക്കി വരച്ചൂടെ, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നാൽ മനസ്സിലാവും. സ്ഥലമില്ലേ? പ്ലേസ് ചെയ്യുന്നേ, പ്ലേസ് ചെയ്യും. ഈ 2 ലൈൻ മതി നമുക്ക്, കണ്ടോ? ഓക്കെ. ഇനി പ്ലേസിംഗ് എന്ന് പറയും. പ്ലേസിംഗ് എന്താ? അതിലെവിടെയാണ് കിടക്കുന്നത് അവിടെ നിന്നോട്ട് പ്ലേസ് ചെയ്യും. ഈ ആരോ ഒക്കെ പിന്നെ വരച്ചാൽ പോലെ. C6H14. അതിന് താഴെ പേര് എഴുതാൻ സ്ഥലം വേണം. അടുത്തെന്തായിരുന്നു? CH ട്രിപ്പിൾ ബോണ്ട് CH. അടുത്തെന്തായിരുന്നു? ഫിനോ. അടുത്തെന്തായിരുന്നു? ഇതെന്ത് സ്ഥലമുണ്ടല്ലോ, ബെൻസോയിക് ആസിഡ്. ഉണ്ടോ? ഓർത്ത് നോക്കാം, സ്ഥലമുണ്ട്, പിന്നെ എന്തിനാ? പിന്നെ അടുത്തെന്താ? ടോളുവിൻ. ഉണ്ടോ? ഓക്കെ. അടുത്തെന്താ? അസെറ്റോ ഫിനോൺ. ഉണ്ടോ? അതിന്റെ താഴെ സ്പൈസ് ഇല്ലെങ്കിൽ കിട്ടുമോ വരക്കാനായിട്ട്? അതിന്റെ പേരൊക്കെ എഴുതാനായിട്ട് വേണം. COCH3. ഉണ്ടോ? ഓർത്ത് നോക്കാം. അടുത്തെന്താ? ഉണ്ടോ? ഓരോ ലൈൻ ഗ്യാപ്പ് ഇട്ടിട്ട് അതിന്റെ പേരങ്ങ് എഴുതിപ്പോ. ക്ലോറോ ബെൻസീൻ. അടുത്ത നൈട്രോബെൻസീൻ. നല്ല വൃത്തിയിൽ വരക്കണം കേട്ടോ അടുത്ത ക്ലാസ്. അടുത്തെന്തായിരുന്നു? SO3H ബെൻസീൻ സൾഫോണിക് ആസിഡ്. അടുത്തെന്തായിരുന്നു? സൈക്ലോഹെക്സേൻ. ഉണ്ടോ? ഓക്കെ. എന്നിട്ടും കുറെ സ്ഥലമുണ്ട്. ഉണ്ടോ? ഓരോ ലൈനും ഞാൻ വിട്ടിട്ടല്ലേ ഗ്യാപ്പ് ഇട്ടേക്കുന്നത്, വൃത്തിയില്ലേ? ഇവിടെ നോക്കി, ഇവിടെ എല്ലാം ഇത് വന്നിട്ടാണ് CL അല്ലേ? അടുത്തെന്താ? സെയിം സാധനം. എന്താ വ്യത്യാസം നോക്കിയിട്ട് പറഞ്ഞേ. എന്താ വ്യത്യാസം എന്ന് പറ. ആ രണ്ടും എന്താ വ്യത്യാസം? ഒരെണ്ണത്തിന് ബെൻസീൻ്റെ ഒക്കെ ഉണ്ട്. ഉണ്ടോ? ഓർത്തോളാം. CH3 COCl കേട്ടോ. CH3 COCl. CH3 COCl കേട്ടോ.